കേരള പദയാത്ര കാസർഗോഡ് തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ വലിയ ആവേശമാണ് കാണുന്നത്. ഒരുപാട് ആളുകൾ LDF നിന്നും UDF നിന്നും കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നും എന്തിനേറെ പറയുന്ന മുസ്ലിം ലീഗിൽ നിന്ന് പോലും ഞങ്ങളെ കൂടെ വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഇന്ന് കേരള പദയാത്രക്ക് അദ്ദേഹം പങ്കെടുക്കുന്നതോടുകൂടി കുറെ കൂടി ഒരു നല്ല മുൻകൈ നമുക്കുണ്ടാവും. 29ഓടുകൂടി നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക വരും. അത് LDF-നെയും UDF-നെയും മുന്നിൽ ഏറ്റവും തിളക്കമുള്ള ഒരു പാനലുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. കേരളത്തിൽ വളരെ വളരെ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഇപ്രാവശ്യം മോദി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ പാർലമെന്റിൽ നരേന്ദ്രമോദിക്ക് കൈയുയർത്താൻ കേരളത്തിൽ നിന്ന് NDA MPമാരുണ്ടാവും. ന്യൂനപക്ഷങ്ങൾക്കിടയിലും നല്ല മാറ്റമുണ്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ. മുസ്ലിംസിനിടയിലും നമ്മളോട് പഴയ വിരോധം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പണ്ട് മലപ്പുറം സ്ഥാനാർത്ഥിയായി റോഡ് ഷോയിൽ ടാറ്റ അടിച്ചാൽ ഇങ്ങോട്ട് തിരിച്ച് ടാറ്റ പോലും പറയാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഈ വർഷം ഞങ്ങൾ കേരള പദയാത്രയായി പോയപ്പോൾ മലപ്പുറം ടൗണിലൊക്കെ തട്ടമിട്ട ഉമ്മക്കുട്ടികൾ നമ്മുടെ ജാഥയ്ക്ക് നേരെ പ്രത്യഭിവാദ്യം ചെയ്യുന്ന ആവേശകരമായ കാഴ്ചയാണ്. ടാറ്റ പക്ഷെ വോട്ടാവും, എതിർപ്പെങ്കിലും കുറഞ്ഞല്ലോ, വോട്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം നരേന്ദ്രമോദിയുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ അത്രമാത്രമുണ്ട്. ഇവിടെ ഇപ്പോൾ BJP ആര് പ്രതിരോധിക്കും, ഇത് ഏറ്റവും നല്ലതുപോലെ ആര് പ്രതിരോധിക്കും എന്നതാണ് ഇവിടുത്തെ കേരളത്തിലെ ചോദ്യം. അതിനുള്ള മത്സരമാണ് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ നടക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അവർ സത്യത്തിൽ ഒന്നിച്ച് നിന്ന് മത്സരിച്ചിട്ട് പോലും ഇപ്പൊ ത്രിപുരയില് ഒരു മുസ്ലിം MLA ഞങ്ങൾക്കുണ്ടായത് ആദ്യമായി ത്രിപുരയിൽ നിന്നാണ്. അവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അവിടുത്തെ ഗോത്ര ഇന്ത്യ മുന്നണിയുടെ ആദ്യത്തെ പരീക്ഷണമായിരുന്നു. ദയനീയമായ പരാജയമാണ്. കേരളത്തിലും അവര് രണ്ട് മുന്നണിയാണെങ്കിലും അവർ ഒന്നിച്ച് ഞങ്ങൾക്കെതിരെ അതിനെതിരായിട്ടുള്ളൊരു ജനവികാരം LDF-നെയും UDF-നെയും ജനങ്ങൾക്ക് മടുത്തു. തീർച്ചയായും 29ഓടുകൂടി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാവും. എത്ര സീറ്റ് നേടുന്ന പ്രതീക്ഷ? ഞങ്ങളെ എല്ലാ സീറ്റിലും ജയിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. നേതാക്കൾ 5, 3 ഒക്കെ പ്രതീക്ഷ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഇങ്ങനെ പറയാം, നമുക്ക് സംക്ഷിപ്തമായി പറയാം. 3ാം തവണ മോദി അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ MPമാരുടെ കൈകള് NDAക്ക് കേരളത്തിൽ നിന്നുണ്ടാവും.